അതാണ് ചരിത്രം ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയും. നമ്മൾ ചെഗുവേരയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ചെഗുവേരയെ കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ആവേശത്തോടു കൂടി പറയാറുണ്ട്. ചെഗുവേരയെ കുറിച്ച് നമുക്കും അഭിമാനമുണ്ട്. പക്ഷേ ചെഗുവേരയെക്കാളും വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള വിപ്ലവകാരിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചരിത്രത്തിൽ ബോധപൂർവമായ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അത് സുഭാഷ് ചന്ദ്രബോസ് കൊണ്ട് നടന്നു. അദ്ദേഹം ശിശിർ ബോസിന്റെ കാറിൽ കയറി. ആ കാറിൽ നേരെ ബോമോ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. ആ ബോമോ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കൽക്കി എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. ആ ട്രെയിൻ അഫ്ഗാനിസ്ഥാനിൽ അവസാനിച്ചു. അന്ന് അഫ്ഗാനിസ്ഥാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യയിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ പദ്ധതി. സ്വാഭാവികമായും സുഭാഷ് ചന്ദ്രബോസിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അദ്ദേഹത്തിന് റഷ്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം തോന്നിയില്ല. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്, അഫ്ഗാനിസ്ഥാനിൽ തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ ബ്രിട്ടന്റെ ഭാഗമായതുകൊണ്ട് ബ്രിട്ടീഷ് പോലീസുകാരുടെ കണ്ണിൽ എപ്പോഴും അദ്ദേഹം പെടും. വളരെ അപകടകരമായ ജീവിതം അദ്ദേഹം അവിടെ നയിക്കുകയാണ്. ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് മുന്നോട്ട് പോകാനാവുന്ന സമയത്ത് പറ്റാത്ത സുഭാഷ് ചന്ദ്രബോസ് അവിടെ ഇറ്റാലിയൻ എംബസി ഉണ്ട്. ഇറ്റാലിയൻ എംബസിയുടെ മതിൽ ചാടി കിടന്ന്, കാരണം ഇറ്റാലിയൻ എംബസിയിലേക്ക് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് കടത്തിവിടുന്നു. അദ്ദേഹം ആരുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡോ സംഭവങ്ങളോ ഒന്നുമില്ല, പൈസ പോലും ഇല്ല സുഭാഷ് ചന്ദ്രബോസിന്. അദ്ദേഹം ഇറ്റാലിയൻ എംബസിയുടെ മതിൽ ചാടി കിടന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെ കണ്ട ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന നേതാവ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഹീറോ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ് എൻ്റെ മുമ്പിൽ. ആ ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോയി. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഏതായാലും ബ്രിട്ടനെതിരായി യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലിയാണ്, ഇറ്റലിയും ജപ്പാനും ജർമ്മനി. അപ്പോൾ എനിക്ക് റഷ്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുക, അത് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ആവശ്യപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല, എനിക്ക് ഒറ്റക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ മുസോളിനിയുമായി ബന്ധപ്പെട്ട് ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ടുള്ള മുസോളിനി, നമ്മളെല്ലാം ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പറയുന്ന അതേ മുസോളിനിയുമായി ബന്ധപ്പെട്ടു. മുസോളിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെതിരായി യുദ്ധം ചെയ്യുന്ന ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ്. ആ നിലയിൽ അദ്ദേഹത്തിന് റഷ്യയിലേക്ക് പോകുന്നതിനല്ല, അദ്ദേഹത്തിന് പാസ്പോർട്ട് സംഘടിപ്പിച്ചു കൊടുത്തു. ജർമ്മനിയിലേക്കുള്ള ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തി. ജർമ്മനിയിൽ ആരാണുള്ളത് നമുക്കറിയാം, ഹിറ്റ്ലറാണ്. അദ്ദേഹം ഹിറ്റ്ലറുമായി സംസാരിക്കുന്നു, ഹിറ്റ്ലറുമായി ആശയവിനിമയം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തെ ഗൗനിക്കുന്നേയില്ല. പിന്നെ അദ്ദേഹം വിശദമായി ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു കത്ത് ഹിറ്റ്ലർക്ക് അയക്കുകയാണ്. ആ കത്ത് വായിച്ചപ്പോൾ ഹിറ്റ്ലർക്ക് തോന്നി ഇദ്ദേഹം കാര്യങ്ങൾ പഠിച്ച ഒരാളാണ്, വരാൻ പറഞ്ഞു, ചർച്ചയ്ക്ക് വരാൻ പറഞ്ഞു. ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. ആദ്യം വളരെ പരിഹാസത്തോടു കൂടിയാണ് ഹിറ്റ്ലർ സുഭാഷ് ചന്ദ്രബോസിനോട് സംസാരിച്ചത്. ഹിറ്റ്ലർ പറഞ്ഞു, ഹിറ്റ്ലറിനോട് ആരും ഒന്നും തിരുവായിക്ക് എതിർവായില്ല എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല, അതിനുള്ള കഴിവുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരേണ്ടത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള ഉപദേശം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള ഉപദേശം എൻ്റെ നാട്ടിൽ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും, എൻ്റെ രാജ്യത്തെ നേതാക്കന്മാരും, എൻ്റെ രാജ്യത്ത് മഹാത്മാഗാന്ധിയുണ്ട്, എൻ്റെ രാജ്യത്ത് അബ്ദുൽ കലാം ആസാദും, അങ്ങനെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഞാൻ ഉപദേശം വാങ്ങിയത്. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ഈ ദ്വിഭാഷി തന്നെ ഞെട്ടിക്കും. കാരണം ഇതുവരെ ആരും സുഭാഷ് ചന്ദ്രബോസിനോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ സംസാരിച്ച സാഹചര്യത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ അതിൽ അസാധാരണത്വം തന്നെ ഹിറ്റ്ലർ ദർശിക്കുകയും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്താണോ വേണ്ടത് ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന് അവിടെ താമസിക്കാനുള്ള സൗകര്യം, സ്റ്റാഫ്, വാഹനം, അദ്ദേഹം പറഞ്ഞു എനിക്ക് റേഡിയോ നിലയം സ്ഥാപിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നു. എന്തിനാണ്? എനിക്ക് ഇന്ത്യയിലുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള റേഡിയോ നിലയം സംസാരിക്കുന്നുണ്ടായി. അത് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും റേഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഓരോ പാർക്കുകൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റേഡിയോ ഉണ്ടാവും. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രക്ഷേപണം ഇത്ര മണിക്ക് സുഭാഷ് ചന്ദ്രബോസ് ഞാൻ എൻ്റെ നാട്ടുകാരോട് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ പ്രക്ഷേപണത്തിന് വേണ്ടി ആളുകൾ പാർക്കുകളിലും അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലും കൂടി വന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകൾ ദർശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. അത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഞാൻ